അവൻ നടന്ന അതേ വഴി ഇടയ്ക്ക് നമ്മൾ നടക്കുമ്പോൾ നിങ്ങൾ പതറരുത്. കാര്യം അവരാ ഉടമ്പടി ഉറച്ചു തന്നെയാണ് മുന്നോട്ട് പോണത്. അവർ ഉടമ്പടി ഉറച്ചു നിന്ന് പോകുമ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഈ ഒരു വീട് കിട്ടിക്കഴിഞ്ഞ് എന്താണ് അമ്മയോട് പറഞ്ഞില്ലായിരുന്നോ എന്താ വേണ്ടത്? എൻ്റെ അപ്പനെയും അമ്മനെയും എന്നെയും എൻ്റെ ഭാര്യയെയും കുഞ്ഞിനെയും സംരക്ഷിച്ചല്ലേ? ഉറപ്പല്ലേ? കോണി കാണിച്ചു കൊടുത്ത് സംരക്ഷിച്ച് അവിടെ നിന്ന് രക്ഷപ്പെടുത്തിക്കൊണ്ട് പോകുന്നില്ലേ? അതുറപ്പല്ലേ? രണ്ടാമതായത് ഇത് ഞങ്ങൾക്കൊരു വീട് വേണം. വീട് വേണമെങ്കിൽ ഇവിടുന്ന് ഇറങ്ങണ്ടേ? ഇത് അപകട മേഖലയാണ്. ഇവിടെ ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത് പുതിയ വീട് വെച്ചാൽ ഇന്നല്ലെങ്കിൽ നാളെ പിന്നെ ഉരുൾപൊട്ടും. അതുകൊണ്ട് അമ്മയ്ക്ക് ഇവനെ ഇവിടുന്ന് കൊണ്ടുപോകണം. അതിനാണ് ഈ പ്രശ്നം ഉണ്ടാക്കിയിരിക്കണം മുഴുവനും. അങ്ങനെ അപ്പനെയും അമ്മനെയും കുഞ്ഞിനെയും എല്ലാം ഇവിടുന്ന് പറിച്ചുകൊണ്ട് വേറെ സ്ഥലത്ത് കൊണ്ടുപോയി ഉടമ്പടി പ്രകാരം അവരെ റീസ്റ്റേറ്റ് ചെയ്യും. കൈയടിച്ച് ശ്രദ്ധിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അതായത് ഇനി ഇത് നമ്മൾ ഈ ദൈവത്തിൻ്റെ വഴികളിലൂടെ നടക്കുമ്പോൾ ദൈവസ്നേഹം നമ്മളിൽ പൂർണ്ണമാകുമ്പോൾ നമ്മൾ ദൈവത്തെ അറിയുകയാണ് ചെയ്യണത്. ഉടമ്പടി ചെയ്ത് കഴിയുമ്പോൾ ദൈവം ചെയ്യണ എന്താണ്? ദൈവത്തെ ഇത്രയും നാൾ നമ്മൾ അറിഞ്ഞതൊരു അറിവല്ല, ഉടമ്പടി പ്രകാരമായ ദൈവത്തിൻ്റെ പൂർണ്ണതയുടെ അറിവിലേക്ക് നമ്മളെ കൊണ്ടുവരിക. അതുകൊണ്ടാണ് യോഹന്നാൻ 1 യോഹന്നാൻ 1 വായിച്ചേ. 1 യോഹന്നാൻ 2:5-6 വായിച്ചേ. എന്നാൽ അവന്റെ വചനം പാലിക്കുന്നവനിൽ സത്യമായും ദൈവസ്നേഹം പൂർണ്ണത പ്രാപിച്ചിരിക്കുന്നു. നാം അവനിൽ വസിക്കുന്നെന്ന് ഇതിൽ നിന്ന് നാം അറിയുന്നു. ഇതിനകത്ത് വരുന്നൊരു വിഷയം കണ്ടില്ലേ? നമ്മളെപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നത് മുഴുവനും, ഞാൻ എപ്പോഴും പറയും ഇത് ബൈലാറ്ററലാണ്, ഉഭയകക്ഷിയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവം ഇതിൻ്റെ 2 സംഭവമാണ്. ഇപ്പം നമ്മൾ ദൈവസ്നേഹം നമ്മളിലെ നമ്മുടെ സങ്കടങ്ങളിലും ക്ലേശങ്ങളിലും വിശ്വാസം കളയാതെ നമ്മൾ വിശ്വാസം വർദ്ധിപ്പിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ എന്താ സംഭവിക്കണത്? നമ്മൾ അവനെ അറിയുന്നു. പിന്നെ എന്താണ്? നമ്മൾ അവനിൽ വസിക്കുന്നു. മനസ്സിലായില്ലേ? അതായത് നമ്മളെപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. പ്രാർത്ഥിക്കുമ്പോൾ എന്താ സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം 15:4 യോഹന്നാൻ 15:4 നിങ്ങൾ എന്നിൽ വസിക്കുവിൻ. പിന്നെ പ്രാർത്ഥിച്ചേ യോഹന്നാൻ 15:4 നിങ്ങൾ എന്നിൽ വസിക്കുവിൻ. നിങ്ങൾ എന്നിൽ വസിക്കുവിൻ, ഞാൻ നിങ്ങളിലും വസിക്കും. പിടിയാ ഈ ഞാൻ നിങ്ങളിൽ വസിക്കണം എന്ന് പറഞ്ഞ 2ാമത്തെ ക്ലോസാണ്, ആദ്യത്തെ ക്ലോസ് അല്ല. ഞാൻ നിങ്ങളെ വസിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? 2ാമത്തെ ഓപ്ഷനാണത്, അത് ആദ്യത്തേതല്ല. ആദ്യത്തെ എന്താ? നമ്മൾ ചെയ്യേണ്ട കാര്യം ചെയ്യാതെ ദൈവം വസിക്കുന്നൊരു കാര്യമില്ല. ആദ്യത്തെ എന്താണ്? ഈശോ എന്താ പറഞ്ഞു? ഞാൻ നിങ്ങളിൽ വസിക്കും, പിന്നെ നിങ്ങൾ എന്നിലും വസിക്കുമെങ്കിൽ. അതായത് എന്താ പ്രോബ്ലം ചെയ്യണത്? ആദ്യം ചെയ്യേണ്ടത് ദൈവം നമ്മളിൽ വസിക്കണമെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് എന്താണ്? നമ്മൾ ദൈവത്തിൽ വസിക്കണം. ഇവിടെയാണ് വിഷയം വന്നത്. ഉടമ്പടി അഡ്രസ്സ് ചെയ്യണത് ഈ വിഷയമാണ്. വൈ വി ഷുഡ് ടേക്ക് കവനന്റ്. അതെന്താ കാര്യം? എന്തിനാണ് നിങ്ങൾ കവനന്റ് ഉടമ്പടി എടുക്കണത്? എട്ട് പശ്ചാത്തലം അതുപോലെ തന്നെ കല്യാണം കഴിക്കാനോ പീഡിപ്പിക്കാനോ ഒന്നുമല്ല. അത് നമ്മുടെ ഒരു ദൈവം അങ്ങനെയല്ല കാണുന്നതിനെ. എന്തിനാണ് നമ്മൾ കവനന്റ് എടുക്കണത്? ദൈവം നമ്മളിൽ വസിക്കാൻ.
ദൈവം നമ്മളിൽ എങ്ങനെ വസിക്കും? ദൈവസ്നേഹം നമ്മളിൽ പൂർണ്ണമാകുമ്പോൾ. ദൈവസ്നേഹം നമ്മൾ എങ്ങനെ പൂർണ്ണമാകും? ദൈവത്തിൻ്റെ വചനം നമ്മൾ പാലിക്കുമ്പോൾ. യു ഗോട്ട് ദ പോയിന്റ്? ക്ലിയർ അല്ലേ? അതാണത് വായിക്കേണ്ടത്. അതായത് നമ്മൾ ഉടമ്പടി എടുക്കണം എന്തിനാണ്? ദൈവത്തിൻ്റെ വചനങ്ങൾ നമ്മൾ പാലിക്കാൻ. എന്തിനാണ് നമ്മൾ ദൈവത്തിൻ്റെ വചനങ്ങൾ പാലിച്ച് ജീവിക്കണത്? ദൈവസ്നേഹം നമ്മളിൽ പൂർണ്ണമാകാൻ. ദൈവസ്നേഹം നമ്മൾ എന്തിനാണ് പൂർണ്ണമാകേണ്ടത്? ദൈവത്തിന് നമ്മളിൽ വസിക്കാൻ. എന്തിനാണ് ദൈവം നമ്മൾ വസിക്കണത്? നമ്മളിൽ ദൈവം വസിക്കാൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇതാണ് ഇതിൻ്റെ ഒരു സ്റ്റെപ്സ് എന്ന് പറഞ്ഞാൽ മെഡിക്കൽ സയൻസ് ഒന്നും വർക്കൗട്ട് ചെയ്യത്തില്ല ചില സമയത്ത്. എന്താ കാര്യം? നമുക്ക് അറിയാവുന്നേ ഉള്ളൂ. അറിയണേ എന്താണ്? കൊച്ചു മരിക്കും, അതേ അറിയാൻ പറ്റത്തുള്ളൂ. എത്ര നിങ്ങൾ പഠിച്ചാലും മാക്സിമം അറിയാൻ പറഞ്ഞത് എന്താണ്? ഈ മരുന്ന് പിടിച്ചില്ലെങ്കിൽ കൊച്ചു മരിക്കും. അതാണ് മാക്സിമം അറിയാവുന്നത്. അതുകൊണ്ട് പൗലോസ് പറയണത് അറിയാമെന്ന് പറയുന്നവനൊരു ചുക്കും അറിയാൻ പറ്റുന്നു. അറിയാമെന്ന് വിചാരിക്കുന്നവൻ. വല്ലാണ്ട് അഹങ്കാരം പറയണത് അറിവാണല്ല. അറിവ് അഹങ്കാരം ജനിപ്പിക്കുമെന്ന് പൗലോസ് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അറിയുള്ളവന് അറിയേണ്ടത് അറിയണില്ലെന്നും പൗലോസ് പറഞ്ഞു. പൗലോസാണ് ഇതെല്ലാം എല്ലാത്തിനും ജാക്കി വെച്ചിരിക്കണ പൗലോസാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ അഹങ്കാരങ്ങളുടെ എല്ലാ തലക്കൊയ്മയ്ക്കും പാടാണ്. അത് ചെയ്താൽ ബാക്കിയെല്ലാം ചെയ്യാൻ പറ്റും. അതാണ് ഇതിൻ്റെ ഒരു ക്യൂൻ ഓഫ് മിഷൻ എന്ന് പറഞ്ഞത്. അതാണ് അത് ചെയ്ത പത്രത്തിൻ്റെ പ്രവർത്തനത്തിലൂടെയാണല്ലോ വിശ്വാസ കൈമാറ്റം കർത്താവിനെ പരിചയപ്പെടുത്തി കൊടുക്കുന്നത്. അതല്ല ഏറ്റവും വലിയ മിഷൻ. ആരെയും ജ്ഞാനസ്നാനപ്പെടുത്താനോ മതപരിവർത്തനം ചെയ്യാനല്ല. ദൈവം ലോകം അറിയേണ്ട ഒരാളാണ് ക്രിസ്തു. കാര്യം ക്രിസ്തു എല്ലാവർക്കും ആശ്വാസത്തിനും സൗഖ്യത്തിനും ആത്മരക്ഷയ്ക്കും വേണ്ടി ദൈവത്തിൻ്റെ സംവിധാനമാണ്. അത് നമ്മൾ മനസ്സിലാക്കാനും ആശ്വാസം പ്രാപിക്കാനും എല്ലാവർക്കും അവകാശമുണ്ട്. ആ എല്ലാവരുടെയും അവകാശങ്ങളെ മാനിച്ചുകൊണ്ടാണ് ക്രിസ്തു കൈമാറ്റം നടക്കുന്നത്. ശ്രുതികട ഹല്ലേലൂയ. ഈ പ്രസൻസ് എന്ന് പറഞ്ഞ ഉടമ്പടിയിൽ ഏറ്റവും വലിയ സംഭവം പ്രസൻസ് അല്ലേ? ഇപ്പം ആ കുഞ്ഞിൻ്റെ തന്നെ വയറ്റിൽ ദൈവത്തിൻ്റെ കരങ്ങൾ വന്ന് തടവി എന്നേക്കും വേണ്ട തലവേദന വയറുവേദന മാറ്റുന്നത് പ്രസൻസാണ്. പ്രസീന എന്ന് പറഞ്ഞൊരു മോള് സാക്ഷ്യം പറഞ്ഞ്. പ്രസീന അത് ഇന്നലെ മറ്റേ പറഞ്ഞു സാക്ഷ്യം. ഞാൻ ഇവിടെ ഇപ്പോൾ ഉണ്ടായിരുന്നു. പ്രസീനയുടെ സാക്ഷ്യം സങ്കടകരമായ സാക്ഷ്യം. പ്രസീന കൊല്ലംകോട്. അപ്പോൾ പ്രസീനയുടെ വിഷയം, പ്രസീനയുടെ അപ്പൻ മരിച്ചുപോയി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു നല്ല അന്വേഷിച്ച് കണ്ടുപിടിച്ച് ഒരു നല്ല കല്യാണത്തിന് വേണ്ടി ഒരുക്കി കൊടുക്കാൻ ആരുമില്ല. ആ പെട്ടെന്ന് സാഹചര്യത്തിൽ സമ്മർദ്ദം കൊണ്ടൊരു കല്യാണം, പെണ്ണല്ലേ വീട്ടിൽ നിർത്തണം, ശരിയല്ലല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കല്യാണം നടത്തി. അത് ഭയങ്കര കുരിശായി. അതവരുടെ കുടുംബക്കാര്യമായതുകൊണ്ട് ഞാനത് വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അവസാനം എന്ത് വെച്ചാൽ അവർ തന്നെ ചെറുക്കൻ്റെ വീട്ടുകാരൻ്റെ കേസിന് പോകും. നോക്കിയ അപ്പനും ഇല്ല, ഭർത്താവുള്ളത്, അതും ഭയങ്കര ടോക്സിക്കായിപ്പോയി. ഒന്നുമില്ല, ഇവർക്ക് ആരുമില്ല, ഉടമ്പടി മാതാവ് മാത്രം. എല്ലാവരും പോയി. ആരും നമ്മുടെ കാര്യം അന്വേഷിക്കാനോ തിരക്കാനോ ആരും ഇല്ലെങ്കിൽ നിങ്ങൾ ആരും ഇല്ലെന്ന് പറയരുത്. നിങ്ങൾ പറയണം അമ്മ ഞങ്ങളുടെ കൂടെ ഉണ്ടെന്ന്. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ. സഞ്ചരിക്കുന്ന അമ്മയുടെ വാത്സല്യത്തിന് നന്ദി പറയാം.
പ്രൈസ് ദി ലോർഡ്. അപ്പൊ പ്രസീന ഒറ്റക്ക് ദൈവത്തിൻ്റെ കൂടെ ഒറ്റക്കാണ്. സിംഗിൾ വിത്ത് ഗോഡ് എന്ന് പറയത്തില്ലേ, അതുപോലുള്ള ജീവിതാനുഭവങ്ങളാണ്. സിംഗിൾ വിത്ത് ഗോഡ്, എനിക്ക് ദൈവം മാത്രമേ ഉള്ളൂ. അപ്പം ദൈവം മാത്രമേ ഉള്ളെന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തിൻ്റെ ജോലി അവൾ വെടിപ്പായിട്ട് ചെയ്യുന്നുണ്ട്. ദൈവത്തിൻ്റെ ജോലി അവൾ വെടിപ്പായിട്ട് ചെയ്യുന്നുണ്ട്. ഒരു ദിവസം ഒരു ഉടമ്പടി പുതുക്കാൻ വന്നപ്പോൾ അമ്മയോട് പറഞ്ഞു, അമ്മേ എല്ലാവരും അമ്മ കാണുന്നുണ്ടല്ലേ, എനിക്ക് ഭർത്താവും ഇല്ല അപ്പനും ഇല്ല, എന്നെ ഒന്ന് കാണാത്ത എന്താണ്? അതൊരു ഒന്നൊന്നര ചോദ്യമാണേ. അത് നിങ്ങൾക്ക് അങ്ങനെ ആയാൽ മാത്രമേ മനസ്സിലാകത്തുള്ളൂ. എനിക്ക് ഭർത്താവുമില്ല അപ്പനുമില്ല, എല്ലാവരും നീ കാണുന്നുണ്ട്, എന്നെ എന്താ ഒന്ന് കാണാത്ത? ഉടമ്പടി എഴുതി എനിക്ക് നിന്നെ കാണണമെന്ന്. ഉടമ്പടിയിൽ പുതുക്കുമ്പോൾ എഴുതണമാണ് എനിക്ക് നിന്നെ കാണണം. എന്നിട്ട് ഉടമ്പടി ഇട്ടിട്ട് അമ്മയുടെ കാര്യവും പറഞ്ഞ് സങ്കടം പറഞ്ഞിട്ട് പോകുവാൾ പോയി. വടക്കാഞ്ചേരി ഒരു ആശുപത്രിയിൽ രോഗികളെ, ഒരു പാലിയേറ്റീവ് കെയറിൽ കിടപ്പ് രോഗികളെ ശുശ്രൂഷിക്കാൻ വേണ്ടി പോകും. ഉടമ്പടി വിധിപ്രകാരം രോഗി പരിചരണം ഉണ്ടല്ലോ, കിടപ്പ് രോഗികളെ ശുശ്രൂഷിക്കാൻ വേണ്ടി ബസ്സിന് പോവുകയാണ്. ബസ്സിൽ ഭയങ്കര തിരക്കാണ്. അപ്പോൾ ഒരു ചേടത്തി അപ്പം ബസ്സിനായി ഇവിടെ ഇരിക്കുകയാണ്. അവർക്ക് സീറ്റ് കിട്ടി അതിൻ്റെ അകത്ത്. അപ്പോൾ ഇവിടെ പ്രായം ചെയ്യുന്ന ഒരു വലിയമ്മ വന്ന് ഒരു കിറ്റൊക്കെ പിടിച്ചോണ്ട്. അപ്പോൾ ഉടനെ ബസ്സിനെ എഴുന്നേറ്റ് എന്നുവെച്ചും പറഞ്ഞാൽ അമ്മ ഇവിടെ ഇരിക്കാൻ പറഞ്ഞു. അവിടെ ഇരുന്ന് ബസ്സിങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ പ്രസിനോട് പരിശുദ്ധാത്മ പറഞ്ഞു, നീ ഇരുത്തിയ ആളെ ഒന്ന് നോക്കിക്കുക എന്ന് പറഞ്ഞു. ഉടനെ ഇരുത്തിയ ആളെ ഇവിടെ തിരിഞ്ഞു നോക്കിയപ്പോൾ കൃപാസനം മാതാവ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു വല്ലാത്ത സാക്ഷ്യമാണത്. സിൽവർ ഗ്രേയിലിരിക്കുകയാണ്. എന്താ എഴുതിയിട്ടും പോയത്? അപ്പനുമില്ല, എനിക്ക് ഭർത്താവുമില്ല, എല്ലാവർക്കും നീ കാണുന്നുണ്ട്, എനിക്കൊന്ന് കാണണം. പിന്നെ 3 പ്രാവശ്യം കണ്ട്, ഒന്നല്ല 3 പ്രാവശ്യം. അപ്പം നമുക്ക് ആരുമില്ലെന്ന് നിങ്ങൾ ആരും പറയരുത്. എനിക്കെൻ്റെ അമ്മയുണ്ട്, അമ്മ ചൂണ്ടിക്കാണിച്ചു തരുന്ന ഈശോ ഉണ്ടെന്ന് പറയണം എന്ന് പറഞ്ഞുകൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഞങ്ങളുടെ ജീവിത തകർച്ചകളിൽ ഞങ്ങളുടെ കരം പിടിച്ച് ഞങ്ങളെ ചേർക്കുന്ന സ്നേഹത്തിന് സാന്നിധ്യത്തിന് നന്ദി പറയുന്നു. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പോൾ ഇതുപോലെയുള്ള വഴികളിലൂടെ പോകുമ്പോൾ ഇപ്പം പ്രസീനായും കോടതി കേസാണ്. 7 കൊല്ലമായിട്ട് കേസ് പറയുകയാണ്. അപ്പനുമില്ല ഭർത്താവുമില്ല, അവൾ ഒറ്റക്ക് നിന്ന് ദൈവം മാത്രമേ ഉള്ളൂ. ആ കേസ് ഉടമ്പടി എടുത്തോടുകൂടി അമ്മ കോടതിയിൽ പോയി അഡ്വക്കേറ്റായിട്ടാണ്, അമ്മ അഡ്വക്കേറ്റാണല്ല, കോടതിയിൽ പോയി അവൾക്ക് വേണ്ടി വാദിച്ച് അവൾക്കും മകൾക്കും അവളുടെ മകൾക്കും ആവശ്യത്തിന് പണം കോടതിയെ കൊണ്ട് അനുഭവിപ്പിച്ച് അക്കൗണ്ടിലാക്കി കേസും ജയിച്ചു പോകുന്നു. എന്നിട്ട് പ്രശ്നം ഇത് അമ്മ ഏറ്റെടുക്കണം. നിങ്ങൾക്ക് വരുന്നൊരു പ്രശ്നം നിങ്ങൾ നടക്കുമായിരിക്കും അല്ലേ? അപ്പോൾ അവൾക്ക് നടന്ന് അവൾ ഭയങ്കര ലോകത്തിലുള്ള തരികിട പാർട്ടിയാണ്. അവൾ പോയി ഉടമ്പടി എടുത്ത് അവൾക്ക് നടന്നു. ഞാൻ ദൈവം എന്ന് പറഞ്ഞ് നടക്കണം, എനിക്കൊന്നും നടക്കണില്ല. ഇങ്ങനെ കുശുമ്പും പൗശല്യം പറഞ്ഞ് നടക്കുകയാണ് കുറേ ആൾക്കാർ. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ദൈവാനുഭവം ഇല്ലാത്തത്. മറ്റുള്ളവർക്ക് നടന്ന ഉടമ്പടി നമ്മൾ നടക്കുകയാണ്. അല്ല, നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ടാകുന്ന ദൈവത്തിന് നിരക്കാത്ത സ്വഭാവങ്ങളോ രീതികളോ മാറ്റിയെടുക്കാൻ നോക്കുകയല്ല. മറ്റുള്ളവരെ കിട്ടിയതിൻ്റെ കുശുമ്പും പൗശല്യം പറഞ്ഞുകൊണ്ട് സ്വന്തമായിട്ട് അസൂയം കയറി നടക്കണതുകൊണ്ടാണ് നിങ്ങളുടെ ഉടമ്പടി അത് ബ്രേക്ക്, അത് സ്പ്രൗട്ടായിട്ട് വരാത്തതിൻ്റെ കാരണം അതാണ്. പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, ദൈവത്തെ സ്നേഹിച്ച് 1 യോഹന്നാൻ 2:5
പ്രാർത്ഥിക്കുന്ന ദൈവസ്നേഹത്തിന്റെ പൂർണ്ണതയിലെത്തിയ ദൈവത്തിൽ വസിച്ച് ദൈവം എന്നിൽ വസിച്ച് നിത്യ ഉടമ്പടിയുടെ ഭാഗ്യമായി ജീവിക്കാൻ എന്നെ അഭിഷേകം ചെയ്യണമേ. നിങ്ങളുടെ വചനം പാലിച്ച് മുന്നേറുവാൻ ഈ ആരാധനയിലൂടെ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. കാവാസാക്കി അസുഖം വെച്ച് ശ്വാസവും മുട്ടി കൊച്ചു മരണ വെബ്രാളത്തിൽ ഐസിയുലും കിടക്കാതെ അപ്പൻ്റെ പെടലിക്ക് അള്ളിപ്പിടിച്ചിരിക്കുകയാണ്. അപ്പൻ്റെ അടുത്ത് അമ്മയുടെ അടുത്ത് പോലും ആകുമ്പോൾ ആ കൊച്ചു പോണില്ല, പ്രിൻസിൻ്റെ കൊച്ചു പോണില്ല. പ്രിൻസിൻ്റെ പെങ്ങന്മാർ വന്ന് അച്ഛൻ പറഞ്ഞു, മാവേ ഇങ്ങോട്ട് വാ, മകൻ ഇങ്ങോട്ട് വാ, ഞാൻ ആൻറ്റി നോക്കിക്കൊള്ളാം. കൊച്ചു പോകത്തില്ല. കൊച്ചിനറിയാം അപ്പൻ്റെ പെടലിക്കെന്ന് കൈ വിട്ട് കഴിഞ്ഞാൽ ഡോക്ടർമാർ കൊണ്ടുപോയി ഐസി കിടത്തുമെന്നറിയാം. അതാണ് കൊച്ചു കൈ വിടാത്തത്. കൊച്ചു ഉണർന്നിരിക്കണം, ഉറങ്ങണ കൂടിയില്ല. രാത്രി മൊത്തം പെൻസിനെ ഉറക്കാതെ കുഞ്ഞുറങ്ങാതെ എന്നെ ഐസിയിലിടുമെന്നും വിചാരിച്ചുകൊണ്ട് അപ്പൻ്റെ പെടലിക്ക് അള്ളിപ്പിടിച്ചിരിക്കണം. എന്തൊരു ഗതികേട്. അവൻ നടന്ന വഴി അവനെ മുഴുവനും ഉറങ്ങാതെ നിന്നില്ലേ ഒരു രാത്രി. നിങ്ങൾ ഉറങ്ങാതെ നിൽക്കുമ്പോൾ വയസ്സിനെ ഓർത്തേക്കണേ. അവൻ അന്ന് അന്ത്യത്താഴത്തിൽ പറഞ്ഞായിരുന്നു, നിങ്ങൾ ഈശോ കഴിക്കണില്ലേ, ഈശോ കഴിക്കണില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഈശോ പറയും, അപ്പായിടത്ത് നാളെ ഈ സമയത്ത് ഞാൻ അപ്പായിടത്തായിരിക്കും. ഇതൊക്കെ വെള്ളിയാഴ്ച രാത്രി അപ്പായുടെ മേശപ്പുറത്തു നിന്നാണ് ഇനി ഞാൻ ഭക്ഷണം കഴിക്കാൻ പോണത്, ഇപ്പം നിങ്ങൾ കഴിക്കാൻ പറയും. അവൻ പട്ടിണി നിന്നാണ് നമുക്ക് വേണ്ടി ഉറക്കമില്ലാതെ വിസ്താരം മേടിച്ച് പിലാത്തോസിൻ്റെ അന്നാസിൻ്റെയും ഗുണ്ടകൾ അവനെ കയ്യാമം വെച്ച് അവൻ്റെ മുതുകിൽ ഉഴുത് അവനെ ഒരു ചോരക്കട്ടയാക്കിയപ്പോൾ അവൻ ഉറങ്ങിയിട്ടില്ല. ഉറങ്ങാത്ത രാത്രികൾ അവകാശമായി വരുമ്പോൾ അവൻ നടന്ന വഴിയിലൂടെ നടന്നു എന്ന് കൊണ്ട് ഉടമ്പടി പ്രഖ്യാപിക്കാൻ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മഹത്വം, മഹത്വം, ആരാധന, ആരാധന. പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോനെ കുറിച്ച് ഇതൊക്കെ എഴുതപ്പെട്ടതാണ്. അത് എഴുതിയത് മോശയുടെ പുസ്തകത്തിലാണ്, സങ്കീർത്തനങ്ങളിലാണ്. അതൊക്കെ നിറവേറണമെന്ന് ഈശോയ്ക്കറിയാമായിരുന്നു. അതുപോലെ നിൻ്റെ ജീവിതത്തിൽ എഴുതപ്പെട്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അത് നിറവേറുന്ന ഉടമ്പടിക്കാലത്ത് മഹത്വത്തിൽ നിന്ന് മഹത്വത്തിലേക്ക് നിന്നെ ദൈവം കൈപിടിച്ച് കൊണ്ടുപോകുന്ന മനോഹരമായ കാഴ്ചയാണ് പ്രിൻസിൻ്റെ ജീവിതം. നമ്മൾ ലുക്കാൻ്റെ സുവിശേഷം 24:44 വായിച്ചേ. ശ്രുതികട്ടെ. ഹല്ലേലൂയ,
ഹല്ലേലൂയ 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 യേശുവേ നന്ദി ഹല്ലേലൂയ ഹല്ലേലൂയ. ലൂക്ക 24:44. ലുക്ക 24:44. അവൻ അവരോട് പറഞ്ഞു, മോശയുടെ നിയമത്തിലും ഇത് പറഞ്ഞ മോശയുടെ നിയമത്തിലും മോശയുടെ നിയമത്തിലും പ്രവാചകന്മാരിലും സങ്കീർത്തനങ്ങളിലും എന്നെ കുറിച്ച് എഴുതപ്പെട്ടിരിക്കുന്നതെല്ലാം പൂർത്തിയാകേണ്ടിയിരിക്കുന്നു എന്ന് ഞാൻ നിങ്ങളോട് കൂടെ ആയിരുന്നപ്പോൾ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പൊ എന്താണ് പൂർത്തിയാകേണ്ടത്? ഈശോ പൂർത്തിയായെന്ന് മരിച്ചു കഴിയുമ്പോൾ ഈശോ പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് അക്കംപ്ലിഷ്ഡ് എന്നാണ് പറയണത്. എല്ലാം പൂർത്തിയായി. എന്താണ് പൂർത്തിയായത്? മോശയിലെ തിരുവെഴുത്ത് പൂർത്തിയായി, സങ്കീർത്തനങ്ങളെ തിരുവെഴുത്ത് പൂർത്തിയായി, പ്രവാചകന്മാരുടെ തിരുവെഴുത്ത് പൂർത്തിയായി. എന്താണ് ആ തിരുവെഴുത്ത്? എന്താണ് ആ തിരുവെഴുത്ത് എന്ന് ലൂക്ക 24:46 പറയും. ശ്രുതികട്ടെ. ഹല്ലേലൂയ 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 യേശുവേ നന്ദി ഹല്ലേലൂയ. ലൂക്ക 24:46. ലൂക്ക 24:46. അവൻ പറഞ്ഞു, ഇങ്ങനെ എഴുതപ്പെട്ടിരിക്കുന്നു, ക്രിസ്തു സഹിക്കുകയും മൂന്നാം ദിവസം മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യണം. പാപമോചനത്തിനുള്ള അനുതാപം അവന്റെ നാമത്തിൽ ജെറുസലേമിൽ ആരംഭിച്ച് എല്ലാ ജനതകളോടും പ്രഘോഷിക്കപ്പെടേണ്ടിയിരിക്കുന്നു. നിങ്ങൾ ഇവയ്ക്ക് സാക്ഷികളാണ്. അപ്പൊ നിങ്ങൾ ഇവയ്ക്ക് സാക്ഷികളാണ്. ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചാൽ അവൻ പറയണ പോലെയാണ് ചെയ്യേണ്ടത്. അവൻ പറയണ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ വചനം പാലിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ സ്നേഹത്തെ പൂർണ്ണമാകുകയാണെങ്കിൽ ആ ദൈവസ്നേഹത്തിൻ്റെ സാക്ഷിയാക്കുന്നതാണ് ഉടമ്പടി. ശ്രുതികട്ടെ. ഹല്ലേലൂയ 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 പൂർണ്ണതയിലേക്ക് നമ്മൾ പോകുമ്പോൾ അത് സഹനത്തിൻ്റെ ഒരു ചോര ചവിട്ടിക്കൊണ്ടാണ് പോണത്. അതെപ്പോഴും ഓർത്തേക്ക്. എന്തെങ്കിലും സഹനം വരുമ്പോൾ നിങ്ങൾ ഉടനെ മോങ്ങരുത്. ഞാൻ ഉടമ്പടി എടുത്തല്ല, എനിക്ക് എന്തിനും സഹനം വന്നല്ല. അല്ല, അത് ഉടമ്പടി എടുക്കാത്തവർക്ക് വരുന്ന സഹനം പോലല്ല, ഉടമ്പടി എടുക്കുന്നവർക്ക് വരുന്ന സഹനങ്ങൾ. ആ സഹനം എന്താണ്? അവർ ദൈവസ്നേഹത്തിൻ്റെ പൂർണ്ണതയിലേക്ക് പ്രവേശിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ തിരിച്ചറിവ് ഉണ്ടാകണം. ഇതറിവല്ല, തിരിച്ചറിവാണ്. ഉടമ്പടി എടുക്കാത്തവർക്ക് സഹനമുണ്ട്, നമുക്കും സഹനമുണ്ട്. പക്ഷെ നമ്മുടെ സഹനം എന്താണ്? അത് കർത്താവിൻ്റെ വചനത്തിൽ എഴുതിയിരിക്കുന്നത് എന്താണ്? 24:46 ക്രിസ്തു സഹിക്കുന്നതും മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽക്കുന്നതും ചെയ്യണമെന്നുള്ളത് തിരുവെഴുത്തിൻ്റെ പൂർത്തീകരണമാണ്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചുള്ള ദൈവത്തിൻ്റെ ഹിതം, ഇപ്പം നമ്മുടെ ഹിതം നിറവേറുക, വീട് വേണം, അതുപോലെ കുഞ്ഞുങ്ങൾ വിദേശത്ത് പോകണം, അത് നമ്മുടെ ഹിതം. അത് ഉടമ്പടി നമ്മൾ കാണുന്ന വീക്ഷണമാണ്. ദൈവം കാണുന്നൊരു വീക്ഷണമുണ്ട്. എന്താണ്? നീ ദൈവസ്നേഹത്തിൽ നിറയണം, അതിന് സഹനത്തിൻ്റെ വഴികളിലൂടെ പോകണം, ദൈവസ്നേഹം പൂർണ്ണമാകണം. അങ്ങനെ നിന്റെ ആത്മാവ് മഹത്വപ്പെടണം, നിത്യം നിനക്ക് അവകാശമാക്കണം. കൈയടിച്ച് ശ്രദ്ധിക്കട്ടെ. നന്ദി, ഈശ്വരാധന. മരണത്തെ ജയിച്ചവനെ ഞങ്ങൾ ആരാധിക്കുന്നു. ഉദ്ധാരം ചെയ്തവനെ ഞങ്ങൾ ആരാധിക്കുന്നു. മരണത്തെ ജയിച്ചവനെ
ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പം പതറരുത്. പതറാതെ ഈ കുഞ്ഞ് പ്രിൻസിൻ്റെ പെടലിക്കൊന്ന് മാറാതെ അപ്പ ഇട്ടും പോയി എന്നെ ഐസിലാക്കി ഞാൻ അവിടെ കിടന്ന് ചത്തുപോകുന്ന കുഞ്ഞ് പേടിച്ചിട്ട് അപ്പ എൻ്റെ പെടലിക്ക് ഇങ്ങനെ അമുങ്ങി പിടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പ്രിൻസ് കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കും. എന്താ പറയണത്? ഞാൻ ആശുപത്രി ഐസിയുലല്ല അമ്മേ, ഞാൻ ആലപ്പുഴ കൃപാസനത്തിൽ അമ്മയുടെ മുമ്പിലാണ്. ഞാൻ അമ്മയുടെ മുമ്പിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. ഇനി ഒരു ഇഞ്ചക്ഷൻ എടുത്താൽ കൊച്ച് അങ്ങോട്ടോ ഇങ്ങോട്ടോ ആകാം എന്നാണ് ഡോക്ടർ പറഞ്ഞത്. അപ്പം അതുകൊണ്ട് ലാസ്റ്റ് ഓപ്ഷനാണ്. അവൻ കരഞ്ഞുകൊണ്ട് തന്നെ പറഞ്ഞു, ഞാൻ കരയണത് കൃപാസനത്തിൽ പ്രത്യക്ഷപ്പെട്ട അമ്മയുടെ മുമ്പിൽ ഞാൻ ആലപ്പുഴ വന്ന് അമ്മയുടെ മുമ്പിൽ നിന്നുകൊണ്ടാണ് ഞാൻ കരഞ്ഞ് പറയണ ഈ കുഞ്ഞിൻ്റെ പ്രാണന് വേണ്ടി എന്ന് പറഞ്ഞുകൊണ്ട് അവൻ ഡോക്ടറോട് പറയും ഇഞ്ചക്ഷൻ എടുക്കാൻ പറയും. ആ ഒറ്റ ഇഞ്ചക്ഷനോടെ കൊച്ചു രക്ഷപ്പെട്ടു പോകും. അതാണ്, അതായത് ക്രിസ്തുവിൻ്റെ സഹനത്തിലെ പങ്കുചേരുകയാണ്. അതാണ് 24:46 എന്താ എഴുതിയിരിക്കണത്? ക്രിസ്തു സഹിക്കുകയും എന്തിനാ സഹിക്കണത്? 3-ാം ദിവസം മഹാപ്രാഭവത്തോടുകൂടി ഉയർത്തെഴുന്നേൽക്കാൻ. നിന്റെ ഉയർത്തെഴുന്നേൽപ്പും ദൈവത്തിൻ്റെ നിന്നെ മഹത്വപ്പെടുത്തുന്നതും ദൈവം കണ്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പേരിലാണ് ഉടമ്പടി പ്രകാരമുള്ള സഹനങ്ങൾ വരണത്. അതിവനെപ്പോലെ അതിജീവിക്കാൻ നമുക്ക് കഴിയണം. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. പരമദിവ്യകാരുണ്യത്തിന് അതായത് പ്രത്യാശയും അതേസമയം തന്നെ പ്രയാസങ്ങൾ ഒരുമിച്ചാണ് ചില സമയത്ത് വരണത്. ഇനിയിപ്പോൾ ഒരു പ്രത്യാശ ഉണ്ട്. പ്രിൻസിനും യൂറോപ്പിൽ പോകണം. പക്ഷേ പുള്ളിയുടെ ഒരു സ്വപ്നമാണ്, നടക്കത്തില്ലെന്ന് പുള്ളിക്കറിയാം. കാര്യം പുള്ളിക്ക് ഇംഗ്ലീഷ് വശമില്ല. ഇംഗ്ലീഷ് പറഞ്ഞാൽ പുള്ളി പറഞ്ഞാൽ ഞാൻ ഇംഗ്ലീഷ് കേട്ടാൽ പാനിക്കാവും, പാനിക്കാൻ പേടിച്ചു പോകും. അപ്പോൾ ഇതിന് ഇൻ്റർവ്യൂ ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ ഇവൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് മാതാവ് പറയും കൊടുക്കൂ, റെസ്യൂം കൊടുക്കൂ, നിൻ്റെ ബയോഡേറ്റ കൊടുക്കൂ എന്ന് അമ്മ പറയും. ഉടമ്പടി ചെയ്തിട്ടുണ്ടല്ലോ, അതുകൊണ്ട് അമ്മ പറയും ഉടമ്പടി കൊടുക്കൂ. അപ്പോൾ ഞാൻ എങ്ങനെ പോകാം? ഞാൻ എത്രയോ ഇൻ്റർവ്യൂവിന് പോയി തോറ്റൊരു മനുഷ്യനാണ്. ഇവിടെ ചരിത്രമേ ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, തോറ്റ ചരിത്രം കേട്ടിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി തോറ്റ ചരിത്രമേ ഉള്ളു പുള്ളിക്ക്. അതുകൊണ്ട് ആ മേഖല കോൺഫിഡൻസ് ഇല്ല. എങ്കിലും പുള്ളി സ്വിറ്റ്സർലൻഡിലേക്ക് പോകാൻ വേണ്ടി അയർലൻഡിലേക്ക് പോകാൻ വേണ്ടി റെസ്യൂം കൊടുത്തു കഴിഞ്ഞപ്പോൾ ഇയാളെ ഒന്ന് സംസാരിച്ചത് പറഞ്ഞപ്പോൾ എൻ്റെ പ്രിൻസേ, ഇത് 25 റെസ്യൂമുണ്ട് എൻ്റെ കയ്യിൽ, 25. ഇതിൻ്റെ ഇവരെങ്ങാനും കയറി സംസാരിച്ച ഇതിൻ്റെ 26ാമത്തെ സ്ഥലത്ത് പോലും നിന്നെ കൂട്ടാൻ കൊള്ളത്തില്ലെന്ന് പറഞ്ഞു. അപ്പോൾ ഇവൻ്റെ കോൺഫിഡൻസ് പോകും, ഏജൻറ്റ് നിന്നെ കോൺഫിഡൻസ് കളയും. അതനുസരിച്ച് പിന്നെ ഇവൻ വരുന്ന ഇൻ്റർവ്യൂവിനൊക്കെ തോക്കും. അന്നേരം അവർ പറയണമെന്ന് അവർ പറയാൻ തുടങ്ങുമ്പോൾ തന്നെ ഞാൻ എൻ്റെ തൊണ്ട വരളാൻ തുടങ്ങും. കാരണം എനിക്ക് പറയാൻ തിരിച്ച് അവർ പറയണേക്ക് മനസ്സിലാകണില്ല. അപ്പം പെട്ടെന്ന് പെൻഷന് ഒരു ബോധം വന്ന മാതാവ് പറയും ആ ഉപ്പെടുത്ത് വായിടാൻ പറയും. അപ്പം കേൾക്കുമ്പോൾ നമുക്ക് തോന്നി ഇത് എന്താ ഇങ്ങനെയെന്ന്. പക്ഷേ ഉടമ്പടി വഴിയാണത്. എന്നിട്ട് ഇവൻ പറയുവേ, ഞാൻ ഉടനെ അമ്മയോട് പറഞ്ഞിട്ട് ഉടമ്പടി ഉപ്പെടുത്ത് വായിലിട്ടിട്ട് ഇൻ്റർവ്യൂവിന് പോയി. അത് ഗ്ലൂക്കോസ് പോലെ മധുരിച്ച് തണുത്ത് എൻ്റെ ഉള്ളിലിറങ്ങി. എന്നിപ്പം നിങ്ങൾ പോയി ബാക്കി പ്രഷർക്കാർ പോയി ഉപ്പെടുത്ത് വായിട്ടെടുത്ത് കേട്ടോ. ഇപ്പം തന്നെ ഓരോ അവസരം വരുമ്പോൾ ഓരോരുത്തരും വിശ്വാസം പ്രഖ്യാപിക്കുന്ന കാര്യമാണ് ഞാൻ പറയണത്. അല്ലെങ്കിൽ ഞങ്ങളുടെ അമ്മ പ്രഷറായിരുന്നു, അച്ഛൻ പറഞ്ഞ് പ്രസംഗിച്ച് ഉപ്പ് വായിടാ, അതേ എടുത്ത് വായും പിടിച്ച് കിടക്കുന്നത്. അതുപോലെ കോടതി കേസിന് പോകരുത്. അപ്പോൾ ഓരോരുത്തരുടെ അനുഭവങ്ങൾ അവരവരുടെ പ്രത്യേകതയാണത്. ഞാൻ പറയുന്നത് അവരുടെ ഓരോരുത്തരുടെ ദൈവം നയിക്കണ രീതി ചിലപ്പോൾ നിങ്ങളെ നയിക്കണ വേറെ രീതിയിലായിരിക്കും.
ഇപ്പോൾ ഒരാളെ നമുക്ക് അതുപോലെ അങ്ങോട്ട് അനുകരിക്കാൻ പറ്റത്തില്ല. ഓരോരുത്തരുടെ വിശ്വാസത്തിൻ്റെ നിലവാരം അനുസരിച്ചുകൊണ്ട്. അപ്പോൾ ഇവനെ സംബന്ധിച്ച് ഇവന് സംസാരിക്കാൻ പറ്റത്തില്ല, പാനിക്കാകാനാണ് ഇവൻ്റെ പ്രശ്നം. അവർ പറഞ്ഞാൽ കേൾക്കാത്തതാണ് അവൻ്റെ പ്രശ്നം. പക്ഷെ ഇത് കഴിഞ്ഞപ്പോൾ എന്താ പറയുക, അവൻ പറയണേ എനിക്കറിയാവുന്ന മാത്രമേ എന്നോട് ചോദിച്ചുള്ളൂ. അങ്ങനെ ഒരാളെ അമ്മ കൊണ്ടുവന്നെന്ന്. അതൊക്കെ ഭയങ്കര പരിപാടിയാണ് ഇതിൻ്റെ നടക്കുന്നത്. അതായത് ഇവൻ്റെ ഗതികേട് അമ്മയ്ക്കറിയാം. ഇവൻ വാ പൊളിച്ച മറ്റുള്ളവർ അപ്പം തന്നെ ഇവനെ ഔട്ടാക്കും. പക്ഷെ ഇവൻ വിശ്വാസം പ്രഖ്യാപിക്കും, അമ്മയുടെ ഉപ്പെടുത്ത് വായിലിടും. കാര്യം ഞാനല്ല ഇനി ഞാൻ തോറ്റാൽ നീ തോറ്റ പോലെ ഇരിക്കും. കാര്യം ഞാൻ നിന്നെ വായിലിട്ടാണ് സംസാരിക്കണത്. അമ്മ എന്ത് ചെയ്ത്, അമ്മയ്ക്കത് അറിയാവുന്ന കാരണം അമ്മ എന്ത് ചെയ്ത് ഇവനെ അറിയാവുന്ന മാത്രം ചോദിക്കാൻ പറ്റിയ ഒരാളെ കൊണ്ടുവന്ന് സായിപ്പിനെ വെക്കും. സായിപ്പ് ഇവനെ അറിയാവുന്ന മാത്രം ചോദിക്കും. ഇവന് അതുപോലെ മണിമണി ഉത്തരം പറയും, നല്ല ധൈര്യത്തിന്. അതുപോലെ അവൻ പാസ്സായി. അതായത് ഒരു മനുഷ്യൻ്റെ ജീവിതം നോക്കിയേ, എങ്ങനെ കിടന്നൊരു മനുഷ്യനാണ് ഉടമ്പടി വഴി ഇന്ന് എവിടെ എത്തിയിരിക്കണം. ഇപ്പോൾ വൈഫും കയറിപ്പോവുകയാണ്, അവിടെ ജീവിതം അങ്ങനെ മാറിപ്പോവുകയാണ്. പക്ഷെ അവർ വന്ന ഉടമ്പടിയുടെ ആ വഴികൾ ഭയങ്കരമാണ്. ആ വഴികളിലൊക്കെ അവർ വിശ്വാസം പ്രഖ്യാപിച്ച് ക്രിസ്തു അവൻ നടന്ന വഴി എന്ന് പറഞ്ഞ വല്ലാത്തൊരു വഴിയാണ്. അതല്ല പറയണത്, അവൻ നടന്ന വഴി ചിലപ്പോൾ നടക്കേണ്ടി വരും. ആ ദൈവസ്നേഹത്തിൻ്റെ പൂർണ്ണലെത്തിക്കാൻ 1 യോഹന്നാൻ 2:6 അവൻ നടന്ന വഴിയിലൂടെ നടക്കണം. അവൻ നടന്ന വഴി എന്താണ്? അവൻ നടന്ന വഴി ലുക്ക 24:46 എന്താണ്? മിശിഹ ഇതെല്ലാം സഹിച്ച് മഹത്വത്തിലേക്ക് കയറേണ്ടത് ആവശ്യമായിരുന്നില്ല. സകലം എന്താ? ദൈവസ്നേഹത്തിൻ്റെ പൂർണ്ണത. അതിൻ്റെ ലക്ഷ്യമെന്താ? ദൈവമഹത്വം. അതിൻ്റെ ഫലമെന്താ? നിത്യത. കൈയടിച്ച് ശ്രദ്ധിക്കട്ടെ. മക്കളെ, വേദനയുള്ള സ്ഥലത്ത് കൈകൾ വെക്കുക. അഭിഷേകത്തിൻ്റെ ശക്തിയുടെ, സൗഖ്യത്തിൻ്റെ, വിടുതലിൻ്റെ ദൈവിക മുഹൂർത്തങ്ങൾ ആരാധനയ്ക്ക് ഇപ്പോൾ നമുക്ക് അവകാശമാണ്. നിങ്ങൾ വേദനയുള്ള എല്ലാ ഇടങ്ങളിലും കൈകൾ വെക്കുക. അച്ഛൻ പ്രാർത്ഥിക്കുന്നതനുസരിച്ച് മാറ്റി മാറ്റി വെച്ചുകൊണ്ടിരിക്കണം. അതേസമയം ജീവിതത്തിൻ്റെ ദുരിതങ്ങൾക്ക് വേണ്ടിയും തടസ്സങ്ങളും നിവാരണത്തിന് വേണ്ടിയും അച്ഛൻ പ്രാർത്ഥിക്കും. 5 മിനിറ്റായി പ്രാർത്ഥന സമയം. ഇടിമുഴക്കം പരിശോധിക്കട്ടെ. ഹല്ലേലൂയ, കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്ന കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവിൻ്റെ സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ, ദൈവത്തിൻ്റെ ശക്തിയാൽ മാർഗരോഗങ്ങൾ, തീരവേദികൾ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. കർത്താവേ, വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, 38 വർഷമായി അർപ്പിച്ച കൃപായുടെ ശക്തിയാൽ കൃപാസനം അൾത്താരെ
ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്താൽ ഉച്ച മുതൽ ഉള്ളംകാലം വരെ മാരക രോഗങ്ങൾ, അവയവങ്ങളുടെ രോഗങ്ങൾ, ക്യാൻസർ രോഗങ്ങൾ, അതുപോലെ എപ്പിലെപ്സി രോഗങ്ങൾ, ഓട്ടിസം രോഗങ്ങൾ, അപസ്മാ രോഗങ്ങൾ, ഡിപ്രഷൻ രോഗങ്ങൾ, മാരക രോഗങ്ങൾ, മെഡുല്ല രോഗങ്ങൾ, ബ്രെയിൻ്റെ രോഗങ്ങൾ, കരളിൻ്റെ രോഗങ്ങൾ, അതുപോലെ തന്നെ കിഡ്നി രോഗങ്ങൾ, ഉദര രോഗങ്ങൾ, അസ്ഥി രോഗങ്ങൾ, വാതരോഗങ്ങൾ, പേശി രോഗങ്ങൾ, തൈറോയ്ഡ് രോഗങ്ങൾ, ടോൺസൈറ്റ് രോഗങ്ങൾ, സ്പോണ്ടിലോസിസ് രോഗങ്ങൾ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. എല്ലാ രോഗങ്ങളും സുഖപ്പെട്ടുകൊണ്ട് അങ്ങയുടെ നാമം ഈ ആരാധനയിലൂടെ വീണ്ടും വീണ്ടും മാറ്റപ്പെടുത്തണമേ. മക്കളെ, വീടില്ലാത്തവര്, വഴിയില്ലാത്തവര്, വിവാഹം ഒത്തുവരാത്തവര്, മക്കളില്ലാത്തവര്, വിദേശത്ത് ജോലി ശരിയാത്തവര്, അവിടെ തിരിച്ചു പോരാൻ പോണവര്, ഗ്രീൻ കാർഡ് കിട്ടാത്തവര്, PR ലഭിക്കാത്തവര്, നാട്ടിൽ നിന്ന് റിസൾട്ട് പരീക്ഷകളുടെ ഫലങ്ങൾ പ്രതീക്ഷിക്കുന്നവര്, ജപ്തി നടപടി നേരിടുന്നവര്, സാമ്പത്തിക ബാധ്യത വിഷമിക്കുന്നവര്, കുടുംബ കലഹത്തിലുള്ളവര്, കുടുംബക്കോടതി കേസുള്ളവര്, മാതാപിതാക്കന്മാരെ മാനിക്കാത്തവര്, തെറ്റായ പ്രണയത്തിൽ അകപ്പെട്ടവര്, ഇങ്ങനെ എല്ലാ വ്യവസായം നടക്കാത്തവര്, വ്യാപാരം നടക്കാത്തവര്, ജീവിതമാർഗം മുട്ടിയവര്, എല്ലാ മേഖലകളിലും ശത്രുക്കളുള്ളവര്, അതെല്ലാം ശിരസ് കൈവച്ചുകൊണ്ട് ശ്രദ്ധിക്കട്ടെ. ശിരസ് എല്ലാവരും ഇടിമുഴക്കം പോലെ ശ്രദ്ധിക്കട്ടെ. ഉന്നതമായ നാമത്തില്, സഭയുടെ അധികാരത്തില്, കുരിശിന്റെ അടയാളത്തില്, ദൈവത്തിന്റെ ശക്തിയാൽ മാർഗ ജീവിത തടസ്സങ്ങള് എല്ലാം കർത്താവിന്റെ നാമത്തില്, വീടില്ലാത്തവര്, വഴിയില്ലാത്തവര്, വെളിച്ചമില്ലാത്തവര്, കടങ്ങളുള്ളവര്, കോടതി കേസുള്ളവര്, കുടുംബ കോടതി കേസുള്ളവര്, റിസൾട്ട് പ്രതീക്ഷിക്കുന്നവര്, വിദേശത്തിലേക്ക് ശ്രമിക്കുന്നവര്, വിദേശത്തിൽ നഷ്ടപ്പെട്ടു പോയവര്, കുടുംബത്തിൽ കലഹങ്ങളുള്ളവര്, യേശുക്രിസ്തു ജീവിത ദുരിതങ്ങൾ, തടസ്സങ്ങൾ യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ദുരിതങ്ങളും തടസ്സങ്ങളും മാറിക്കൊണ്ട് ആരാധനയിലൂടെ മക്കളെ, മുട്ടനിക്കുക. മൗനമായി പ്രാർത്ഥിക്കേണ്ട സമയമാണ്. അച്ഛനും മൗനമായി പ്രാർത്ഥിക്കുന്ന സമയമാണ്. നിങ്ങളെ വിട്ടുപോയ കാര്യങ്ങളും നിങ്ങളുടെ ഉടമ്പടി വെച്ച വിഷയങ്ങളും ഈശോയോട് പരിശുദ്ധയുടെ മാധ്യസ്ഥതയിൽ അപേക്ഷിക്കുക. ഓൺലൈനിലുള്ളവർ പ്രത്യേകിച്ച്. അവൻ നടന്ന അതേ വഴിയിലൂടെ നടന്ന് മഹത്വം കരയറ്റുവാൻ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശിരസ് നമിച്ച് നമുക്ക് ദിവ്യകാരുണ്യനാഥൻ്റെ ആശീർവാദം സ്വീകരിക്കാം.
പരിശുദ്ധ പരമമാ